കോതമംഗലത്ത് മുസ്ലിം ലീഗിലെ ഭിന്നത പരിഹരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ടാണ് ഒത്തുതീർപ്പുണ്ടാക്കി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാക്കളെ തിരിച്ചെടുത്തിട്ടുമുണ്ട്. വിഭാഗീയതയെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന കോതമംഗലത്തെ ലീഗ് ഹൌസും ഉടൻ തുറന്നേക്കും. കോതമംഗലത്തെ മുസ്ലിം ലീഗിൽ കാലങ്ങളായി ഇരുപക്ഷങ്ങൾ തമ്മിൽ കടുത്ത ഭിന്നത നിലനിന്നിരുന്നു. നേതൃത്വം പ്രഖ്യാപിച്ച ഭാരവാഹികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുണ്ടായിരുന്നത്. കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ചുമതലയേൽക്കൽ ചടങ്ങ് സംഘർഷത്തിൽ കലാശിക്കുകയും പോലീസ് ഇടപെടൽ വേണ്ടിവരികയും ചെയ്തിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് കോതമംഗലത്തെ ലീഗ് ഓഫീസ് പൂട്ടിക്കിടക്കുകയുമാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കുന്ന വിധത്തിൽ പാർട്ടി പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ് നേതൃത്വം ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയത്. ധാരണയുടെ അടിസ്ഥാനത്തിൽ കോതമംഗലത്ത് പുതിയ നിയോജകമണ്ഡലം ഭാരവാഹികളെയും കമ്മിറ്റിയെയും നേതൃത്വം പ്രഖ്യാപിച്ചു. പല്ലാരിമംഗലത്തും നെല്ലിക്കുഴിയിലും പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാര്യത്തിലും പ്രഖ്യാപനമുണ്ടായി. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട KM ആസാദ്, അബു കൊട്ടാരം, CM ഇബ്രാഹിംകുട്ടി, PA ഷിഹാബ് എന്നിവരെ തിരിച്ചെടുത്തിട്ടുമുണ്ട്. PM സക്കറിയ ആണ് പുതിയ നിയോജകമണ്ഡലം പ്രസിഡന്റ്. KK മുഹമ്മദ് ഇക്ബാലിനെ ജനറൽ സെക്രട്ടറിയായും PMA കരീമിനെ ട്രഷററായും നിയോഗിച്ചു. പല്ലാരിമംഗലത്ത് പ്രസിഡന്റായി നിസാർ കുന്നേക്കുടിയെയും ജനറൽ സെക്രട്ടറിയായി KA മുഹമ്മദിനെയും ട്രഷററായി മക്കാർ കുറിഞ്ഞിലക്കാട്ടിനെയും തെരഞ്ഞെടുത്തു. നെല്ലിക്കുഴിയിൽ NM ഷംസുദ്ദീനാണ് പ്രസിഡന്റ്. PA ഷിഹാബിനെ ജനറൽ സെക്രട്ടറിയായും KK ഷെരീഫിനെ ട്രഷററായും നിയോഗിച്ചു. ഇരുപക്ഷത്തുള്ളവർക്കും തുല്യ പരിഗണന നൽകിയാണ് ഭാരവാഹികളെയും കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. കോതമംഗലത്തെ ലീഗ് ഹൌസും വൈകാതെ തുറക്കാൻ കഴിഞ്ഞേക്കും. GTV ന്യൂസ്, കോതമംഗലം.